ഹായ് ഗൈസ്, നമസ്കാരം. ഞാൻ ഷിബു കല്ലാർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കുറേ താറാവിനെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുള്ള സൗകര്യവും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ടാണ് താറാവിനെ നമ്മൾ വളർത്താൻ തീരുമാനിച്ചത്. അപ്പോൾ അതിന് ഈ താറാവിനെ നോക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഇറങ്ങി നോക്കാനോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഞാനൊരാളെ പറഞ്ഞ് ഈ സംഭവം ഏൽപ്പിച്ചേക്കാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് താറാവ് കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിപ്പം നിങ്ങൾക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു പ്രത്യേക വഴിയാണ്, നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെയാണ്. ഇത് തമിഴ്നാടാണ്. അപ്പം ഇതൊരു കാട് പോലെയാണ്, രണ്ട് സൈഡും കണ്ടില്ലേ. ഈ റോഡ് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല, ഇതൊരു മൺപാതയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്തതെന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയോ വല്ലോ വന്നു കഴിഞ്ഞാൽ പണിയാവും, അതുകൊണ്ട് ഇറങ്ങാത്ത. ഇങ്ങനെ പോകുന്ന വഴിക്ക് കാട്ടുപന്നിയാണിത്. ഇതുണ്ടോ, പോകുന്നുണ്ടോ കാട്ടുപന്നി? എന്നെ കണ്ടുകൊണ്ട് ഓടുക സംഭവം. ആ വെള്ളം കുടിക്കാൻ വേണ്ടി പോവുക, കണ്ടോ, വെള്ളം കുടിക്കാൻ വേണ്ടി ഓടുകയാണ്. വണ്ടി കണ്ടുകൊണ്ട് ഓടിയതാണ്, ഇതുണ്ടോ. അപ്പം ഇനി നമുക്ക് താറാവിൻ്റെ വിശേഷങ്ങൾ അറിയാം. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇത് താറാവിന് വേണ്ടിയുള്ള അരിയും കാര്യങ്ങളൊക്കെയാണിത്. ഗോതമ്പുണ്ട്, അരിയുണ്ട്, അത് പൊടിച്ചതാണ്. ഇപ്പോൾ താറാവിൻ്റെ മുട്ട എടുക്കാൻ വേണ്ടി മുട്ടപാത്രവും കാര്യങ്ങളും അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പിലാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. കുറേ താറാവുകളുണ്ട്, കണ്ടില്ലേ. താഴെ ഇറങ്ങിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തോടാണിത്, പക്ഷേ ഇപ്പം വെള്ളമില്ല. കുറച്ച് വെള്ളം ഇങ്ങനെ ചേറ് പോലെ ചതുപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനകത്താണ് ഈ താറാവിനെ നമ്മൾ വാങ്ങിച്ചിട്ടേക്കുന്നത്. അതുകൊണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ ഈ താറാവ് നോക്കുന്ന ഒരു ചേച്ചിയാണ് താറാവിനെ നോക്കുന്നത്. അപ്പം ഒരു ടൈമുണ്ട്, ആ ടൈം ഒരു 11 മണി 12 മണി ടൈമിലാണ് നമ്മൾ ഇതിൻ്റെ മുട്ട നമ്മൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഈ കണ്ടത്തിൽ തന്നെയാണ് മുട്ടയിടുന്നത്. ഇങ്ങനെ നമ്മൾ പെറുക്കി എടുക്കണം. അപ്പോൾ ഇതിനെ നോക്കാൻ ഒരാൾ തീർച്ചയായിട്ടും വേണം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല സംഭവം. അപ്പോൾ ഇങ്ങനെ ഒരു കൃഷിയാണ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത്. കുറേ താറാവുകളുണ്ട്, എനിക്കൊന്ന് 400 താറാവുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കുറേ ചേറും ഇങ്ങനെ ഡാം, ഇവിടെ ഏരി എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് കുറേ വെള്ളമൊക്കെ ഇങ്ങോട്ട് കയറി കിടപ്പുണ്ട്, ഇതുണ്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ താറാവിൻ്റെ മുട്ട എടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ മൊത്തം ഉണ്ട്. ഞാനിപ്പോൾ കുറേ ഇവിടെ തന്നെ ഉണ്ട്. 1 2 ഇവിടെ എല്ലാം മുട്ടയാണ്. ഇതുണ്ട് 3 4. ഞാനിപ്പോൾ ഒരു പാത്രം, ഇതിനു വേണ്ടി ഒരു പാത്രം ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വെക്കാം. താറാവിനെ നമ്മൾ വളർത്തിയാൽ നമുക്ക് ചില ബെനിഫിറ്റൊക്കെ ഇതാണ്. ഇതൊരു നമുക്കൊരു ആഗ്രഹത്തിന് ചെയ്യുന്നതാണ്, ഇതൊരു വലിയ ബിസിനസ്സൊന്നും അല്ല. 8 2 10 12 മുട്ട. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ എല്ലാം അങ്ങോട്ടെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇതാണ് താറാവ് കൃഷി. നമുക്ക് വളരെ ലാഭമുള്ളൊരു സംഭവമാണ്, എല്ലാവരും ചെയ്യുക. പക്ഷേ അതിന് നോക്കാൻ ഒരാൾ തീർച്ചയായിട്ടും വേണം. ഇതിനകത്ത് കാട്ടുപന്നിയുണ്ട്. കാട്ടുപന്നി ഇതിനകത്ത് ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് ഇപ്പോൾ പെരുമാൾ എന്നോട് പറഞ്ഞത്. ഇതിനകത്തുണ്ട് സാർ, നമുക്ക് പോകக்கூடாதுன்னு അവർ சொன்னேன். நான் பார்த்துருக்கேன். அப்படியா? அந்த தனிக்குமா வாங்கினாவே ஒரு 6 மணிக்கு மேலே கரெக்டாக கிளம்பி இப்படி போயிட்டு அப்படியே வந்துட்டு. ஓ, இதுக்குள்ள பயங்கரமாக இருக்குது. இது பார்த்தாலே தெரியுது, ரொம்ப குகை மாதிரி இருக்குல்ல. பார்த்தேன், ஃபுல்லாக பிளாக்காக இருக்குது. ஃபுல் பிளாக். அப்போ அது தான் இருக்கும். இவ்வளோ பெருசு. ஆமாம், அதுதான் அப்படியே என்னை பார்த்து முறிக்குது அப்படியே. அப்படியா? ஓ, ஒரு சவுண்டு கத்துது பயங்கரமாக. நான் போயிட்டேன். കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടല്ലോ, ഇത് നമ്മുടെ പഴയ ഫുഡിൻ്റെ ബാലൻസൊക്കെ ഈ ഒരു കവറിനകത്തിട്ട് അല്ലെങ്കിൽ ഒരു ഡപ്പയ്ക്കകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും. മാറാ, ഉനക്ക് കിടയാതെ അത് എല്ലാം പഴച്ച്. ബാ ബാ, കണ്ടില്ലേ ആ പഴയ ഫുഡ്, ഇഡ്ഡലി, മറ്റേ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ഒന്നും കാണുന്നില്ല ഇപ്പം. എല്ലാം പോയി, എല്ലാം അവർ കഴിച്ചു. മുരിങ്ങ പൂത്ത് നിൽക്കുന്ന കേട്ടോ, അടിപൊളിയായിട്ടില്ലേ. ഇനി നിങ്ങളെ ഞാൻ നല്ല വെയിലാണ്. ഇപ്പോൾ ഈ വെയിലായതുകൊണ്ട്
അങ്ങനെ ഒരു തൊപ്പി ഇവിടെ ഉണ്ടായിരുന്നു. ഈ വെയിലത്തിറങ്ങാൻ വേണ്ടി ഇവിടെ വെച്ചേക്കുന്ന ഒരു തൊപ്പിയാണ്. ഈ തായ്ലാൻഡിലൊക്കെ നന്നായിട്ടുണ്ടാവും ഇത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പറിക്കാം. ഇത് പറിക്കണമെങ്കിലും ഇപ്പം പാത്രമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാപ്പ് നമുക്ക് പാത്രമാക്കാം അല്ലേ. സൂപ്പർ, അടിപൊളി. അതെ, അപ്പോൾ ഞാൻ ഈ ക്യാപ്പിലേക്ക് കുറേ ചാമ്പയ്ക്ക ഇങ്ങനെ പറിച്ചിടുക. നോക്കാം നമുക്ക്. ഇത് അടിപൊളിയല്ലേ പരിപാടി. പാത്രമില്ല, എന്ത് ചെയ്യാൻ പറ്റും.